മൂന്നാറിൽ സമരം നടത്തുന്ന ഗോമതിയെയും കൗസല്യയെയും ആശുപത്രിയിലേക്ക് മാറ്റിയ ആംബുലൻസ് യൂത്ത് കോൺഗ്രസുകാർ തടഞ്ഞു. യൂത്ത് കോൺഗ്രസുകാർ വനിതാ പോലീസിനെയും മർദ്ദിച്ചു. ആംബുലൻസ് തടഞ്ഞുള്ള രാഷ്ട്രീയ പ്രതിഷേധം സംസ്ഥാനത്ത് ഇതാദ്യമാണ്. ഇരുവരും അവശരായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് നീക്കിയത്. എന്നാൽ സ്വന്തം നിലയിൽ ആശുപത്രി വിട്ട ഇരുവരും നിരാഹാര സമരം അവസാനിപ്പിച്ച് സത്യാഗ്രഹ സമരം തുടരുമെന്ന് അറിയിച്ചു. 5 ദിവസമായി തുടർന്നു വന്ന നിരാഹാര സമരത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഗോമതിയെയും കൗസല്യയെയും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിരാഹാരം അവസാനിപ്പിച്ചെങ്കിലും സത്യാഗ്രഹ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഗോമതി വ്യക്തമാക്കി. ഞങ്ങൾ 3 പേരും ഇന്ന് നിരാഹാരം തീർക്കാൻ പോവുക. ഗോമതി, കൗസല്യ, രാജേശ്വരി 3 പേരും നാളെ തൊട്ട് സത്യാഗ്രഹം എടുക്കാൻ പോവുക. ഓരോന്നാളും ഓരോരുത്തർ. അതേസമയം ഗോമതിയെയും കൗസല്യയെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വനിതാ പോലീസുകാർക്കു നേരെയും യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമമുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ കാടൻ പ്രതിഷേധത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നടപടി മനുഷ്യത്വരഹിതമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റും വിമർശിച്ചു. അടിയന്തരമായ ചികിത്സയോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡോ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അത്തരം നടപടികളെ അപലപിക്കുകയാണ്. അത് അപരിഷ്കൃതമാണ്. അപരിഷ്കൃതമായ രൂപത്തിലുള്ളൊരു സമരരീതി ചെയ്യുന്നത് തയ്യാറാണോ എന്ന് ബന്ധപ്പെട്ട സംഘടനകൾ പരിശോധിക്കണം. അതിന്റെ നേതൃത്വം, അവരുടെ രാഷ്ട്രീയ നേതൃത്വവും ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. MM മണിയെ രാജിവെപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഗോമതിയും UDFും BJPയും ആം ആദ്മി പാർട്ടിയും ആരംഭിച്ച സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ കുഴങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. MM മണി സ്ത്രീകൾക്കു നേരെ അശ്ലീല പരാമർശം നടത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതും സമരക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി MM മണി. അല്ലെങ്കിൽ LDF ആയി ഇരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ മൂന്നാറിൽ ഇപ്പോൾ നടക്കുന്നത് ജനപിന്തുണയില്ലാത്ത സ്പോൺസേഡ് സമരമാണെന്നും പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയിൽ MM മണി ആരോപിച്ചു. വേറെയാണ്, അതേസമയം കുടിയേറ്റം വേറെയാണ്. രണ്ടും വേർതിരിച്ച് കാണണം. വൻകിട കയ്യേറ്റമാണ്, ഒരു വിട്ടുവീഴ്ചയില്ലാതെ അത് ഒഴിപ്പിക്കണം എന്നാണ് നിലപാട്. തന്റെ പ്രസംഗത്തിൽ സ്ത്രീവിരുദ്ധമായി ഒന്നുമില്ലെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു വിവാദത്തിന് സാഹചര്യം ഒരുക്കിയതിനാണ് പാർട്ടി തന്നെ ശാസിച്ചത്. എന്തായിരുന്നാലും എൻ്റെ ആ ഒരു പ്രസംഗത്തെ തുടർന്ന് ഒരു വിവാദമുണ്ടായി. അത് പാർട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് പാർട്ടി എന്നെ ശിക്ഷിച്ചത്. അതേസമയം സ്ത്രീവിരുദ്ധമായി സ്ത്രീകളെ അപമാനിച്ചു എന്നോ ഒന്നും പാർട്ടി വിലയിരുത്തിയിട്ടില്ല. തന്റേത് നാടൻ ഭാഷയാണ്, തേച്ചുമിനിക്ക് ശൈലി തനിക്കില്ല. വിവാദം ബോധപൂർവം ചില സൃഷ്ടിച്ചതാണെന്നും MM മണി പറഞ്ഞു. ഈ ശൈലി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഉണ്ട്, മറ്റു പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവർ നേരത്തെ മുതൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഒരു രീതിയും ശൈലിയുണ്ട്. ആ രീതിയും ശൈലി അങ്ങനെ അങ്ങോട്ട് മാറ്റിയെന്നാൽ പിന്നെ അവരല്ലാതാവും. മൂന്നാറിൽ ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്ന സമരത്തിന് ജനപിന്തുണയില്ല. ചില മാധ്യമങ്ങളും UDF നേതാക്കളും സ്പോൺസർ ചെയ്ത സമരമാണെന്നും പൊമ്പിളൊരുമി പ്രവർത്തകരോ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരോ സമരക്കാർക്കൊപ്പമില്ലെന്നും മണി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂന്നാർ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള RSS BJP ശ്രമം സംസ്ഥാന സർക്കാരിന്റെ സമയോചിത ഇടപെടൽ മൂലം ഇല്ലാതാക്കിയെന്ന് സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. കുരിശു പൊളിച്ചത് മുതലാക്കി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമമെന്നും ഭദ്രാനന്ദ പറഞ്ഞു. മൂന്നാറിൽ കുരിശുപൊളിച്ചതിന്റെ മറവിൽ കലാപം സൃഷ്ടിക്കാനായിരുന്നു RSS BJP ശ്രമം. എന്നാൽ ശക്തമായ ഇടപെടലിലൂടെ സർക്കാർ അതില്ലാതാക്കി. ഇതിനൊരു വർഗീയത അഴിച്ചുവിടാമെന്ന്, ഒരു കലാപം ഉണ്ടാക്കാമെന്ന് ഇവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവർ മുന്നോട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു വിഷയത്തിൽ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി വരുമെന്ന് ഈ സംഖ്യകൾ മനസ്സിലാക്കിയില്ല. BJPയെ നിയന്ത്രിക്കുന്നതിൽ 20% പേർ കൊടും അഴിമതിക്കാരാണ്. കുമ്മനം രാജശേഖരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ BJPക്ക് കേരളത്തിൽ വൻ തിരിച്ചടിയാകും ഉണ്ടാവുകയെന്നും ഭദ്രാനന്ദ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഖാതറിട്ട സംഖ്യയാണെന്നും ഭദ്രാനന്ദ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ മഹിജ എന്ന് പറഞ്ഞ സ്ത്രീയോട് കാണിച്ച, ആ അമ്മയോട് കാണിച്ച ഈ ഭാവാഭിനയത്തിൻ്റെ 100-ൽ 1 ഭാവാഭിനയം അദ്ദേഹം ഹോം മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ആ റോജി റോയിയുടെ കുടുംബത്തിന് നീതി കിട്ടിയേനെ. ആ കിംസിൽ കൊല്ലപ്പെട്ട ആ കുട്ടിക്ക്
ആ അച്ഛനും അമ്മയ്ക്ക് സംസാരശേഷിയില്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ രമേശ് നല്ല പൈസ മേടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകനായിരുന്ന തന്റെ മേൽ പോലീസ് മനഃപൂർവ്വം കേസുകൾ കെട്ടിവെക്കുകയാണെന്നും ഭദ്രാനന്ദ ആരോപിച്ചു. തന്നെ കൊലപ്പെടുത്താൻ RSSകാർ ശ്രമിക്കുകയാണ്. കേരളത്തിലെ RSS BJP പ്രവർത്തകരുടെ കൃത്യവിലോപങ്ങൾക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി അയക്കുന്നതാണ് തനിക്കെതിരെയുള്ള വിരോധത്തിന് കാരണമെന്നും ഹിമോൽ ഭദ്രാനന്ദ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രൂപ്പ് തർക്കം രൂക്ഷമായതോടെ KPCC അധ്യക്ഷനെ നിശ്ചയിക്കാനാകാതെ ഹൈക്കമാൻഡ് വലയുന്നു. തെരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാട് എ ഗ്രൂപ്പ് ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുമെന്ന് ഐ ഗ്രൂപ്പ് മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. KPCC അധ്യക്ഷനെ നിശ്ചയിക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായി ചർച്ചയുടെ പരമ്പര തന്നെ നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞയാഴ്ച ചർച്ച നടത്തിയ കെ സുധാകരൻ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം, പാർട്ടി പ്രവർത്തകരുടെ വികാരം നിഴലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത്തരമൊരു തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ നേതൃത്വത്തെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് പോര് കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്നതിനാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് അതോറിറ്റി തടസ്സമല്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നമ്മൾ അനുകൂലമാണ്. പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിൽ വെച്ചുകൊണ്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയെ കണ്ട ജില്ലാ അധ്യക്ഷന്മാരും MM ഹസനും സമവായത്തിന്റെ പാത സ്വീകരിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആകെയുള്ളത് ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പല്ല, കഴിയുന്നിടത്തോളം ഒരു സമവായത്തിലൂടെ ഇപ്പോഴത്തെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസത്തിലേറെ നീണ്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ ഇതാണ് ഹൈക്കമാൻഡിന് മുമ്പിലെ ചിത്രം. വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ഗ്രൂപ്പുകൾ രംഗത്ത്. അധ്യക്ഷനെ നിയമിക്കുന്നത് എളുപ്പമല്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി ചർച്ചകൾ ഇനിയും നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തയിലേക്ക്. കോടനാട് കവർച്ചാ കേസിലെ 2ാം പ്രതി സയാന്റെ ഭാര്യയുടെയും മകളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ. പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടെ ഇവരുടെ മരണം അപകടമോ കൊലപാതകമോ എന്ന നിഗമനത്തിലെത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം കോയമ്പത്തൂരിൽ ചികിത്സയിൽ കഴിയുന്ന സയാനെ ചോദ്യം ചെയ്യാൻ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി. പാലക്കാട് വെച്ച് പോലീസ് നടത്തിയ ഇൻക്വസ്റ്റിൽ മരിച്ച സയാന്റെ ഭാര്യ വിനുപ്രിയയുടെയും മകൾ നീതുവിന്റെയും കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയിരുന്നു. ഇതാണ് അപകടത്തിന് മുൻപ് തന്നെ ഇവർ കൊല്ലപ്പെട്ടുവെന്ന സംശയത്തിന് കാരണം. കാറിൽ നടത്തിയ പരിശോധനയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് രക്തക്കറ കണ്ടെത്താനായത്. ഇതും സംശയം ബലപ്പെടുത്തി. അതിനാൽ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ നിർണായകമാകും. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇവരുടെ മരണം അപകടമോ കൊലപാതകമോ എന്ന നിഗമനത്തിലെത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം കോയമ്പത്തൂരിൽ ചികിത്സയിൽ കഴിയുന്ന സയാനെ ചോദ്യം ചെയ്യാൻ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. എന്നാൽ കോടനാട് എസ്റ്റേറ്റിലെ മോഷണത്തിലും തുടർന്നുണ്ടായ ദുരൂഹ മരണങ്ങളിലും വലിയ ഗൂഢാലോചനയുണ്ട് എന്ന നിഗമനത്തിലാണ് തമിഴ്നാട് പോലീസ്. ജയലളിതയുടെ മരണശേഷം ശശികല കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ് എസ്റ്റേറ്റും ബംഗ്ലാവും. ജയലളിതയുടെ 2000 കോടി രൂപയുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട രേഖകൾ സ്വന്തമാക്കാനായി നടന്ന ഗൂഢാലോചനയാണ് എന്നും പോലീസ് സംശയിക്കുന്നു. കേസിലെ 1ാം പ്രതി കനകരാജ് സേലത്തെ വാഹനാപകടത്തിൽ മരിച്ചതിലും ദുരൂഹത തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ DGP അസഫ് അലിക്കെതിരെ പണം തട്ടിച്ചതിന് പരാതി. ന്യൂമാഹിയിലെ MM എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്കായി 80 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് പരാതി. UDF സർക്കാരിന്റെ കാലത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന T അസഫ് അലിക്കെതിരെയാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ന്യൂമാഹി പഞ്ചായത്തിലെ MM എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റായിരിക്കെ അധ്യാപക നിയമനം, വിദ്യാർത്ഥി പ്രവേശനം, സ്റ്റാഫ് നിയമനം എന്നിവയിൽ വൻ കോഴ ആവശ്യപ്പെട്ട് തട്ടിയെടുത്തതായും കണക്കുകൾ കമ്മിറ്റിക്ക് മുൻപാതെ ബോധ്യപ്പെടുത്താതിരിക്കുകയും ചെയ്തതായാണ് പരാതി. ക്ലാസ് 4 ജീവനക്കാരനായ നൌഷാദിൽ നിന്നും 7 ലക്ഷം രൂപയും 2016 സംസ്കൃത അധ്യാപിക നിയമനത്തിന് 17 ലക്ഷം രൂപയും 2017 കമ്പ്യൂട്ടർ ടീച്ചർ തസ്തികയിലേക്ക് തൃശൂരിലെ മോഹനകൃഷ്ണനിൽ നിന്ന് 32 ലക്ഷം രൂപയും പ്രസിഡന്റായ ആസിഫ് അലി നേരിട്ട് ചോദിച്ചു വാങ്ങിയതായാണ് പരാതി. ലാബ് അസിസ്റ്റന്റായി നിയമിച്ച വഹാബിന്റെ കയ്യിൽ നിന്നും 6 ലക്ഷം രൂപയും 2016 ഏപ്രിലിൽ നടന്ന 2 നിയമനങ്ങളിൽ 24 ലക്ഷം രൂപ വീതവും ആകെ 87 ലക്ഷം രൂപ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പേരിൽ തട്ടിയെടുത്തുവെന്നാണ് പരാതി. MM എഡ്യൂക്കേഷണൽ സൊസൈറ്റി മാനേജ് കമ്മിറ്റി അംഗം കതിരൂർ മൈലിക്കര സ്വദേശി അബ്ദുറഹിമാണ് പരാതിക്കാരൻ. മുൻ മാനേജർ M അഷ്റഫ്, നിലവിൽ PTA പ്രസിഡന്റായ P നൌഷർ, ഇന്റേണൽ ഓഡിറ്ററായ PK അബ്ദുൽ അസീസ് എന്നിവരും പരാതിക്കാരായുണ്ട്. +1 മാനേജ്മെന്റ് കോട്ടയിൽ 12 വീതം സീറ്റാണ് സർക്കാർ സ്കൂളുകൾക്ക് അനുവദിച്ചത്. ഒരു കുട്ടിയിൽ നിന്ന് 25,000 രൂപ വീതം 24 കുട്ടികളിൽ നിന്നും 6 ലക്ഷം രൂപ കോഴ വാങ്ങിയതായും പരാതിയുണ്ട്. റെസീറ്റ് പോലും നൽകാതെയാണ് ഇത് തട്ടിയെടുത്തതെന്നും പരാതിയിൽ പറയുന്നു.
സൊസൈറ്റി നേരിട്ട് കെട്ടിട നിർമ്മാണം നടത്തുന്നതായി വ്യാജ തെളിവുണ്ടാക്കി നികുതി വെട്ടിപ്പ് നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. പ്രസിഡന്റ് അസഫ് അലിയുടെ ബിനാമിയായ ചാലക്കുടി സ്വദേശിക്ക് കോൺട്രാക്ട് നൽകിയതായും പരാതിയിൽ പറയുന്നു. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കോഴ ആവശ്യപ്പെടുന്നതിന്റെ ഫോൺ സംഭാഷണമടക്കം തെളിവിനായി പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. DGP TP സെൻകുമാറിനെതിരെ നടക്കുന്നത് 6ഓളം വിജിലൻസ് അന്വേഷണങ്ങൾ. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി ചുമതല നിർവഹിക്കുമ്പോഴാണ് പരാതികൾ ലഭിച്ചത്. KTDFC മാനേജിംഗ് ഡയറക്ടറായിരിക്കെ ചട്ടങ്ങൾ മറികടന്ന് ലോൺ അനുവദിച്ചു. KSRTC MD ആയിരിക്കെ തമ്പാനൂർ ബസ് ടെർമിനൽ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നു എന്നതടക്കമുള്ള പരാതികളിലാണ് വിജിലൻസ് അന്വേഷണം. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന്. സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനും DGPയുമായ TP സെൻകുമാറിനെതിരെ 6ഓളം പരാതികളിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതായിട്ടാണ് വിവരം പുറത്തുവരുന്നത്. 2010-11 കാലയളവിൽ KTDFC മാനേജിംഗ് ഡയറക്ടറായിരിക്കെ ചട്ടങ്ങൾ മറികടന്ന് വിവിധ സ്ഥാപനങ്ങൾക്ക് ലോൺ അനുവദിച്ചിൽ ക്രമക്കേട് നടന്നു എന്നായിരുന്നു ആദ്യ പരാതി. രഹസ്യ വിവരത്തെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഒരു സ്ഥാപനത്തിന് നൽകിയ വായ്പയിൽ തിരിച്ചടവ് മുടങ്ങിയത് സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതായിട്ടാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ UDF സർക്കാരിൽ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ അംഗത്തിന് ലോൺ നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പ്രമാദമായ കണിച്ചുകുളങ്ങര കേസിലെ അന്വേഷണത്തിൽ പക്ഷപാതപരമായി പെരുമാറിയെന്നതാണ് മറ്റൊരു പരാതി. തിരുനെൽവേലിയിലെ സങ്കരൻകാട് വില്ലേജിലെ 50 ഏക്കറോളം വരുന്ന ഭൂമി സെൻകുമാറിൻ്റെ ഇടപെടൽ മൂലം നിക്ഷേപകർക്ക് ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കണിച്ചുകുളങ്ങര ആക്ഷൻ കൗൺസിൽ കൺവീനർ VA ഹക്കിമാണ് വിജിലൻസിനെ സമീപിച്ചത്. പ്രതികളുടെ അടുത്ത ബന്ധുക്കളുമായി ഒത്തുകളിച്ചു എന്നതാണ് പരാതിയിലെ ആക്ഷേപം. സംസ്ഥാനത്തെ 2 വൻകിട പണമിടപാട് സ്ഥാപനങ്ങളുടെ ക്രമരഹിതമായ ഇടപാട് വിവരങ്ങളെപ്പറ്റി RBI നൽകിയ 2 കത്തുകൾ വിജിലൻസ് മേധാവിയായിരിക്കെ സെൻകുമാർ തുടരന്വേഷണം നടത്താതെ അവഗണിച്ചു എന്നതാണ് മറ്റൊരു പരാതി. KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായിരിക്കെ തമ്പാനൂർ ബസ് ടെർമിനൽ നിർമ്മാണത്തിൽ ക്രമക്കേട് നടത്തിയെന്നതാണ് വേറൊരു പരാതി. 2 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരുന്ന നിർമ്മാണ പ്രവർത്തനം 4 തവണകളിലായി ദീർഘിപ്പിച്ച് നൽകി. കരാർ തുകയേക്കാൾ 10 കോടി രൂപ നിർമ്മാതാക്കളായ HML കമ്പനിക്ക് അധികമായി നൽകി എന്നിവയാണ് പരാതിക്കാരനായ പായ് ചിർണവാസിൻ്റെ ആരോപണങ്ങൾ. ഒരു കൂട്ടം KSRTC ജീവനക്കാർ നൽകിയ മറ്റൊരു പരാതിയിലും വയനാട്ടിലെ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലും അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് വിജിലൻസ് രേഖകൾ വ്യക്തമാക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സമൂഹത്തിലെ പ്രശ്നപരിഹാരത്തിന് തോക്കും ലാത്തിയുമല്ല ബുദ്ധിയാണ് പോലീസുകാർ ഉപയോഗിക്കേണ്ടതെന്ന് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനവും പെൻഷൻ യാത്രയയപ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാമൂഹിക സ്വസ്ഥതയ്ക്ക് പോലീസ് ഉപയോഗിക്കുന്ന ഉപകരണം കായികശേഷിയാണെന്നാണ് പലരും ധരിക്കുന്നത്. എന്നാൽ ഏതിനെയും കീഴടക്കാനുള്ള ശക്തമായ ആയുധം ബുദ്ധിയാണ്, മന്ത്രി പറഞ്ഞു. കായിക ശേഷി കൊണ്ടല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. ഒരു പ്രശ്നവുമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുധം തോക്കും വടിയും വാളും ഒന്നുമല്ല, ബുദ്ധിയാണ്. സമൂഹം മാനസികമായി വളരുമ്പോഴേ വികസനമുണ്ടാകൂ. ജനതയുടെ മാനസിക വളർച്ചയാണ് വികസനം. അതിൽ പോലീസിനുള്ള നിർണായക പങ്ക് തിരിച്ചറിഞ്ഞ് ചുമതല നിറവേറ്റാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് KP ടോംസൺ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തമിഴ്നാട് നീലഗിരിയിൽ കൊടും വരൾച്ചയിൽ കാട്ടാനകൾ ചെരിയുന്നത് തുടരുന്നു. 4 മാസത്തിനിടെ 20 കാട്ടാനകൾ ചെരിഞ്ഞതായാണ് കണക്കുകൾ. കുടിവെള്ളവും തീറ്റയുമില്ലാതെ അലഞ്ഞും രോഗങ്ങൾ ബാധിച്ചുമാണ് കാട്ടാനകൾ ചെരിയുന്നത്. കുടിവെള്ളം തേടിയെത്തി ചതുപ്പുകളിൽ കുടുങ്ങിയും ആനകൾ ചെരിയുന്നു. ഭക്ഷണവും വെള്ളവുമില്ലാതെ മെലിഞ്ഞുണങ്ങി കാട്ടാനകൾ റോഡരികുകളിൽ മേയുന്നത് ഇവിടങ്ങളിൽ ദയനീയ കാഴ്ചയാവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിൽ 4 കാട്ടാനകളാണ് ചെരിഞ്ഞത്. അയ്യങ്കൊല്ലി, കാർക്കുടി, സീഗൂർ, കക്കനഹള വനങ്ങളിലായിരുന്നു കാട്ടാനകളുടെ മരണം. പിടിയാനകളാണ് ഇവയിൽ മിക്കവയും. കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗർഹോള, തമിഴ്നാട്ടിലെ മുതുമല എന്നിവിടങ്ങൾ കടുത്ത വരൾച്ചയാണ് നേരിടുന്നത്. കാടുകൾക്കുള്ളിലെ ചെറുതും വലുതുമായ നീരുറവുകളും തോടുകളും മറ്റും വറ്റി വരണ്ടിരിക്കുകയാണ്. വയനാട് വന്യജീവി സങ്കേത പരിധിയിൽ ഇടയ്ക്കിടെ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ ബന്ദിപ്പൂരിലും മുതുമലയിലും മറ്റും കാര്യമായ മഴ ലഭിച്ചിട്ടേയില്ല. ഈ സ്ഥിതി തുടർന്നാൽ വന്യമൃഗങ്ങളുടെ ശവപ്പറമ്പായി നീലഗിരിയിലെ വനമേഖലകൾ മാറും. ന്യൂസ് ബ്യൂറോ, വയനാട്. തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റത്തിനായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. കുടമാറ്റത്തിന്റെ വീറും വാശിയും ഉള്ളിലൊതുക്കി വൈവിധ്യമാർന്ന കുടകൾക്കായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പൂരദിവസം തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ഗജവീരന്മാർ സ്വരാജ് റൌണ്ടിലും തെക്കേ ഗോപുരനടയിലും സ്ഥാനമുറപ്പിക്കും. തുടർന്നാണ് വിസ്മയം പകരുന്ന കുടമാറ്റം അരങ്ങേറുക.
അരണാട്ടുകര പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ 2 മാസം മുമ്പ് തന്നെ തിരുവമ്പാടി വിഭാഗം കുടകളുടെ നിർമ്മാണം ആരംഭിച്ചു. 15 പേർ ചേർന്ന 45 സെറ്റ് കുടകളാണ് ഇതുവരെ ഒരുക്കിയത്. വ്യത്യസ്തങ്ങളും ഉണ്ടാവും, തുണിയിലും ഉണ്ടാവും, കളേഴ്സിലും ഉണ്ടാവും. ഇക്കൊല്ലം ചെയ്തതിന്റെ കട്ട് പീസുകളൊക്കെ ഞങ്ങൾ എടുത്തു വയ്ക്കും. പിന്നെ അത് ഇല്ലാത്ത വിധം നോക്കിയിട്ട് വെറൈറ്റികൾ നോക്കി എടുക്കും. ഇതിനു പുറമെ രഹസ്യ കേന്ദ്രങ്ങളിലും കൗതുകമുണർത്തുന്ന സ്പെഷ്യൽ കുടകളുടെ നിർമ്മാണം നടക്കുന്നു. വർണ്ണക്കുടകൾക്കൊപ്പം നിർമ്മാണവും നടക്കുന്നുണ്ട്. പാറമേക്കാവ് വിഭാഗത്തിനായി വസന്തനും സംഘവുമാണ് കുടകൾ ഒരുക്കുന്നത്. ഈ തുണികളെല്ലാം ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 50 സെറ്റ് കുടകളോളം ഇത്തവണ ഞങ്ങൾ പണിയുന്നുണ്ട്. 12,000 മുതൽ 50,000 രൂപ വരെയാണ് ഒരു കുടയുടെ നിർമ്മാണ ചെലവ്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ അണിയറയിൽ വർണ്ണക്കുടകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. രഹസ്യങ്ങൾ ഒളിപ്പിച്ച കുടകൾ കുടമാറ്റത്തിന്റെ സമയത്ത് മാത്രമാവും പുറത്തെത്തുക. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്.